സാംബവ സമുദായത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിക്കുന്നതിൽ പരിശ്രമിക്കണമെന്ന് സമമഹാസഭ കോന്നി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സി.കെ. ലാലു. 4ാമത് കോന്നിയൂർ പി.കെ. അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ അറിയണം, ഈ പ്രാവശ്യം PG-ക്കാരില്ല, മറ്റ് പോസ്റ്റിൽ വന്നവരില്ല. കഴിഞ്ഞ വർഷം SLCക്ക് 10A+ വാങ്ങിച്ചവര് ഈ പ്രാവശ്യം +2-ന്, ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷം 10A+ വാങ്ങിച്ചവര് ഈ പ്രാവശ്യം +2-ന് അവർക്ക് A+ കിട്ടിയില്ല. സങ്കടമുണ്ടായിരിക്കും. അപ്പോ ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ഞാനല്ല, ശശിനാരായണനല്ല, മനോജ് സാറല്ല, ആരാണിത് പറയേണ്ടത്? വളരെ സങ്കടത്തോടെ ഒരു കാര്യം പറയട്ടെ. ഞാൻ +2-ന് 2A+കാരെയാണ് സാറേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ പണിയെടുക്കാത്തതുകൊണ്ടല്ല, വഴക്ക് പറയാത്തത് കൊണ്ടല്ല, പഠിപ്പിക്കാൻ വിടാത്തത് കൊണ്ടല്ല, ഇവർ പഠിക്കാത്തത് കൊണ്ടാണ്. അത് പറയാനുള്ള അവകാശം സാറിനുണ്ട്. സാർ ഇപ്പോഴും ഒരു സ്കൂളിലെ മാനേജറാണ്. അതുകൊണ്ട് ഈ ഉടായ്പ പരിപാടിയും കൊണ്ട് ഇവിടെ മുമ്പിൽ വന്നിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. കഷ്ടപ്പെടണം. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് ഇന്നലെ നടന്ന KS പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 15 പേർക്കാണ് KS-ന് അഡ്മിഷൻ ജോലി കിട്ടിയത്. അതിലൊരു പറയല് പോലുമില്ല. സങ്കടകരമായ കാര്യമല്ലേ? ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, സാർ എന്നോട് ചോദിച്ചു, പുറയിലിരിക്കുന്ന മനീഷ് നാടൻ പാട്ടുകാരനല്ലേ? ഞാൻ പറഞ്ഞു അതൊരു കാരണമുണ്ട്. ഇതിനകത്തൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചോദ്യപേപ്പർ കൊണ്ടുവന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാടൻ പാട്ടിന് പൈസ വാങ്ങിക്കുന്ന വിഭാഗം സാംബവരാണ്. കേരളത്തിലെ നാടൻ പാട്ടുകാരിൽ ഇരിക്കുന്ന ഒരാൾ നാടൻ പാട്ടിന്റെ ഭാഗമായിട്ടുള്ള ആളാണ്. ഇന്നലെ ചോദിച്ച ചോദ്യം നമ്മുടെ ഇതിനകത്തിരിക്കുന്ന പലർക്കും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനതൊക്കെ പറയുകയാണ്. 33ാമത്തെ ചോദ്യം, ചെങ്ങന്നൂരാദി എന്ന വീര കഥാപാത്രം കേരളത്തിലെ ഏത് ആഖ്യാന പരമ്പരയിലാണ് പെട്ടത്? അറിയാമോ ആർക്കെങ്കിലും? കേരളത്തിലെ IAS-ന്റെ പരീക്ഷയാണ്. KS പരീക്ഷയ്ക്ക് ഇന്നലെ ചോദിച്ചതാ. ചെങ്ങന്നൂരാദി ആരായിരുന്നു? ആ പാട്ടുപാടി പൈസ വാങ്ങിക്കുന്ന കുറെ ആളുകൾ ഇതിനകത്തിരിപ്പുണ്ട്, ഇല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശാഖാ സെക്രട്ടറി അയ്യപ്പൻ നടത്തുന്ന പരുന്താട്ടത്തിന് വെക്കുന്ന പാട്ട് ചെങ്ങന്നൂരാദിയുടെയാണ്. ആ ചെങ്ങന്നൂരാദിയുടെ പേര് ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ 2 പേര് എഴുതി, 2 പേർക്കും അറിയത്തില്ലായിരുന്നു അതിന് ഉത്തരം. അതാണ് ഞാൻ പറയുന്നത്. സമ്മേളനത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് ശശി നാരായണൻ അധ്യക്ഷത വഹിച്ചു. നേതാവ് ശ്രീ കോന്നിയൂർ പി.കെ.യുടെ 4ാമത് അനുസ്മരണമാണ് നടക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വളരെ വിപുലമായ രീതിയിലാണ് എല്ലാ അനുസ്മരണ പരിപാടിയും നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ പ്രധാനമായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ അവരുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നയിക്കുന്നതിന് വേണ്ടി ഒരു പരിപാടി കൂടി അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. സാംബവ മഹാസഭയുടെ ഇന്നത്തെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കെല്ലാം ആധുനികമായ ഒരു കാഴ്ചപ്പാടുകൂടി നയിച്ച നേതാവാണ് പ്രിയങ്കരനായ ശ്രീ കോന്നിയൂർ പി.കെ. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാര ജേതാവ് സന്തോഷ് കുമാർ ഉപഹാരങ്ങൾ നൽകി. വീണ്ടും +2 പരീക്ഷയിൽ വിജയം കൈവരിച്ച ഭദ്ര. അടുത്തതായി വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളെന്നുള്ള രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഏത് തലത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്നിടത്തും എത്തിച്ചേരുവാൻ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. ആ രംഗവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. യൂണിയൻ സെക്രട്ടറി D. മനോജ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈ അടുത്ത സമയത്തുണ്ടായ ദാരുണ സംഭവം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എയർ ഇന്ത്യയുടെ
ഒരു ഫ്ലൈറ്റ് തകർന്നു വീണ് അതിലെ മുഴുവൻ ആളുകളും ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ബാക്കി ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെയ്ത ദാരുണമായ സംഭവത്തിലും നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ കാലാവസ്ഥയുടെ അതിപ്രസരം മൂലം ആറ്റിൽ വീണും അല്ലാതെയും ഒക്കെ ആയിട്ട് കുറേ നമ്മുടെ സഹോദരന്മാരുടെ മരണം നടന്നിട്ടുണ്ട്. എല്ലാവരുടെയും അകാലത്തിലുള്ള ഈ നിര്യാണത്തിൽ ഈ യോഗം അനുശോചനം രേഖപ്പെടുത്തുന്നതായിട്ട് എല്ലാവരും ഒരു മിനിറ്റ്. സംസ്ഥാന ട്രഷറർ ES ഭാസ്കരൻ, യൂണിയൻ ജോയിന്റ് സെക്രട്ടറി റജി ചെമ്പന്നൂർ, വനിതാ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു സുരേഷ്, യൂണിയൻ ട്രഷറർ MK സുനിൽകുമാർ, ഭാരതി വിശ്വനാഥ്, സുജിത്, ദിനീഷ് മലശ്ശേരി, രഞ്ജനി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസവും തൊഴിലും എന്ന വിഷയത്തിൽ ബാബുരാജ്, SC/ST സർക്കാർ പദ്ധതികൾ എന്ന വിഷയത്തിൽ ബോബി മാത്യൂസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. 9 മലയാളം ന്യൂസ്, കോന്നി.